പ്രേസ് ദ ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സ്വർഗീയ പിതാവേ, ഈ വലിയ നോമ്പിൻ്റെ 7-ാം ദിവസത്തിൽ എത്തുവാൻ നമ്മെ സഹായിച്ച ദൈവത്തിന് സ്തോത്രം. ഈ ഒരാഴ്ച അനുഗ്രഹത്തോടെ നോമ്പിൻ്റെ അനുഭവത്തിൽ കടന്നു പോകുന്ന എല്ലാവരെയും കാത്തുപരിപാലിച്ച ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞാൻ തരുന്ന ചിന്തകൾ എല്ലാവർക്കും മനസ്സിലാക്കി എടുക്കുവാനുള്ള ദൈവകൃപ ഉണ്ടാകട്ടെ. ആമേൻ. നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയത്തിലേക്ക് കടക്കാം. യൂണിവേഴ്സാലിറ്റി ഓഫ് ഗോഡ്സ് കിങ്ഡം അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ സാർവത്രികത എന്ന ചിന്തയുടെ ഭാഗമായി നമുക്ക് തന്നിരിക്കുന്ന വേദഭാഗം മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 31 തൊട്ട് 35 വരെയുള്ള വാക്യങ്ങളാണ്. Then his mother and his brothers came, and standing outside they sent to him and called him. A crowd was sitting around him, and they said to him, "Your mother and your brothers and sisters are outside asking for you." And he replied, "Who are my mother and my brothers?" And looking at those who sat around him, he said, "Here are my mother and my brothers. Whoever does the will of God is my brother and mother and sister." ഇതിൽ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. 1. അമ്മയും സഹോദരങ്ങൾ പുറത്ത് നിൽക്കുന്നു. 2. പുരുഷാരം അവൻ്റെ ചുറ്റും ഇരിക്കുന്നു. 3. ക്രിസ്തുവിൻ്റെ ചോദ്യം, ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും? ആദ്യത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശാരീരികമായ ബന്ധമാണ് കാണിക്കുന്നത്. ഈ ബന്ധങ്ങൾ ഒക്കെയും ദൈവഹിതത്തിന് ആയിത്തീരണം. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ പുരുഷാരം അവൻ്റെ ചുറ്റും ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. ഈ പുരുഷാരം എന്ന് പറയുന്നത് നമ്മുടെ സഭയായി കാണാം. അവിടെ ആണ് ആത്മീയ ബന്ധത്തിൻ്റെ വളർച്ച പ്രാപിക്കുന്നത്. അവിടെ കിട്ടുന്ന സൺഡേ സ്കൂൾ വചന ധ്യാനങ്ങളും അതിലൂടെ അടിസ്ഥാനമായി രൂപാന്തരം ഉണ്ടാകണം. നമ്മൾ എങ്ങനെ വളരേണ്ടതുണ്ട്? മൂന്നാമത് എന്ന് പറഞ്ഞാൽ ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും? ആരാണ് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നത്? അവരാണ് ക്രിസ്തുവിൻ്റെ സഹോദരങ്ങളും അമ്മയും കാണുന്നത്. നമ്മെ പിതാവായ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു വഴിയാണ് ക്രിസ്തു. അവൻ്റെ ഇഷ്ടം ചെയ്താൽ മാത്രമേ ദൈവത്തിൻ്റെ അടുക്കൽ എത്തുവാൻ കഴിയുകയുള്ളൂ. ഇതൊക്കെ വേണമെങ്കിൽ നമ്മിൽ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. ന്യായപ്രമാണത്തിൽ നിന്നും നമ്മുടെ പാപങ്ങളിൽ നിന്നും രക്ഷിക്കാൻ വന്ന രക്ഷകനിലായിരിക്കണം. നമ്മൾ എല്ലാവരും ഈ നോമ്പ് കാലത്ത് ഈ രക്ഷയുടെ അനുഭവത്തിൽ കടന്നു പോകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഗലാത്യർ എഴുതിയ ലേഖനം 3-ാം അധ്യായം 23 തൊട്ട് 29 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു. Now before faith came, we were held captive under the law, imprisoned until the coming faith would be revealed. So then the law was our guardian until Christ came, in order that we might be justified by faith. But now that faith has come, we are no longer under a guardian. For in Christ Jesus, you all are sons of God through faith. For as many of you as were baptized into Christ have put on Christ. There is neither Jew nor Greek. There is neither slave nor free. There is no male and no female. For you are all in Christ Jesus. If you are Christ, then you are Abraham's offspring, heirs according to promise. Amen.